നവാഭിഷിക്തനായ ശേഷം മടങ്ങിയെത്തിയ കാതോലിക്ക ബാവയെ വരവേറ്റ യാക്കോബായ സഭ വിശ്വാസികൾ. മോർ ബസേലിയോസ് ജോസഫ് ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്ക് നെടുമ്പാശ്ശേരിയിലും പുത്തൻകുരിശിലും വൻ സ്വീകരണമാണ് ഒരുക്കിയത്. സഭാസ്ഥാനത്ത് സ്ഥാനാരോഹണ ശുശ്രൂഷയും നടന്നു. ഓർത്തഡോക്സ് സഭാ ചർച്ചയ്ക്ക് വിളിച്ചാൽ തയ്യാറാണെന്നും വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് സഹോദരങ്ങളെപ്പോലെ സംസാരിക്കാമെന്നും ബാവ പറഞ്ഞു. സമീപകാലത്ത് കേസുകളിൽ നല്ല ഇടപെടൽ നടത്തിയ സർക്കാരിന് നന്ദിയുണ്ടെന്നും ബാവ പ്രതികരിച്ചു. പോരടിക്കുവാൻ, വഴക്കടിക്കുവാൻ, നിയമപോരാട്ടം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമാധാനമുണ്ടാകണം. സഭയിൽ ശാശ്വതമായ സമാധാനമുണ്ടാവണം. നമുക്ക് സഹോദരങ്ങളെ പോലെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാം, പരസ്പരം ബഹുമാനിക്കാം, പരസ്പരം സ്വീകരിക്കാം, പരസ്പരം ആദരവോടുകൂടി. എത്രയോ വർഷങ്ങളാണ് നമ്മുടെ ദൈവാലയങ്ങൾ രണ്ട് വിഭാഗവും ഒരു മൈനോറിറ്റി ആണെങ്കിൽ കൂടിയും പങ്കുവച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഔദ്യോഗികമായി അവരുടെ ഡെലിഗേഷനെ വിട്ട് നമ്മുടെ ഈ പട്ടംകൊട കർമ്മം, കത്തോലിക്ക സ്ഥാനാഭിഷേകം അനുഗ്രഹകരമാക്കി തീർത്തതിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിനോടും ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിനോടുമുള്ളതായ പ്രത്യേക നന്ദി, സ്നേഹം അറിയിക്കുന്നു. സജോ ദേവസ്യയുണ്ട് വിവരങ്ങളുമായി. സജോ ദേവസ്യ, ഈ ചടങ്ങുകൾക്ക് ശേഷം മടങ്ങിയെത്തിയ സഭാധ്യക്ഷന് വലിയ സ്വീകരണമാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. അതിനുശേഷം പ്രത്യേക ചടങ്ങുകളും നടന്നു. അദ്ദേഹം അതിനുശേഷം നടത്തിയ പ്രതികരണമാണ് ഏറ്റവും പ്രധാനം. ഈ സഭാ തർക്കങ്ങളിൽ ഇപ്പോൾ ഒരു നല്ല ഒത്തുതീർപ്പിലേക്ക് പോകേണ്ടതുണ്ട്, സമാധാനപരമായി അത് അവസാനിപ്പിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് ഒരു നിർദ്ദേശമായി എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? സ്മൃതി, അദ്ദേഹത്തിൻ്റെ പ്രതികരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ലെബനിൽ നിന്ന് ഇന്നാണ് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത്. അതിനുശേഷം ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയ്ക്ക് വലിയ സ്വീകരണം വിശ്വാസികളും സഭാംഗങ്ങളും ഒക്കെ ചേർന്ന് നൽകി. നെടുമ്പാശ്ശേരിയിലും തുടർന്ന് പുത്തൻകുരിശിലെ സഭാസ്ഥാനത്തും വലിയ വരവേൽപ്പ് തന്നെ പതിനായിരങ്ങൾ പങ്കെടുത്തുകൊണ്ട് നൽകുകയും ചെയ്തു. അതിന് ശേഷം സ്ഥാനാരോഹണ ശുശ്രൂഷയും നടന്നു അത്തനേഷ്യസ് കത്തീഡ്രലിൽ പുത്തൻകുരിശിലെ. തുടർന്നാണ് അനുമോദന സമ്മേളനം നടന്നത്. അതിന് മറുപടി പ്രസംഗം നടത്തവെയാണ് അദ്ദേഹം സഭാ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രതികരണമായി തന്നെ പരിഗണിക്കാൻ കഴിയുന്ന പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മലങ്കരയിൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലമായെങ്കിലും വ്യവഹാരം നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലെ സുപ്രീം കോടതി ഉത്തരവും അറിയാം. അത് സുപ്രീം കോടതി ഉത്തരവിൽ യാക്കോബായ വിഭാഗത്തിന് തിരിച്ചടിയുമുണ്ട്. അതിൽ പക്ഷേ അദ്ദേഹം ഏറ്റവും ഒടുവിൽ പക്ഷേ ഇക്കാര്യത്തിൽ കണക്കെടുപ്പിനൊക്കെ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അതിൽ പക്ഷേ യാക്കോബായ സഭാധ്യക്ഷൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇരു സഭകളും തമ്മിൽ ഇനിയിപ്പോൾ പോരടിക്കുക, കക്ഷി വഴക്കിൻ്റെ പേരിൽ ധാരാളം നഷ്ടം സഭകൾക്കും വിശ്വാസികൾക്കും ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക നഷ്ടം മുതൽ അങ്ങോട്ടേക്ക് അങ്ങനെ വലിയ നഷ്ടമുണ്ട്. വ്യവഹാരങ്ങളിൽ ജനിച്ച് വ്യവഹാരങ്ങളിൽ ജീവിച്ച് വ്യവഹാരങ്ങളിൽ തന്നെ മരിക്കുന്നു. അങ്ങനെ പള്ളിത്തർക്കം വളരെ സജീവമായി നിൽക്കുന്നു. സുപ്രീം കോടതി ഉത്തരവിന് ശേഷവും ഇപ്പോഴും തർക്കവും വഴക്കും കേസുകളും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുമിച്ചിരുന്ന് സമാധാനത്തോടെ ചർച്ച ചെയ്യാം, ക്രൈസ്തവ സാക്ഷ്യം നൽകാം, സഹോദരങ്ങളെപ്പോലെ ചർച്ച നടത്താം. ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ചർച്ചയ്ക്ക് ക്ഷണിച്ചാൽ പോകാൻ തയ്യാറാണ്. ഏതെങ്കിലും നിലയ്ക്ക് കീഴടങ്ങലിൻ്റെതല്ല, സഭയുടെ ഐഡന്റിറ്റി സംരക്ഷിക്കണം. അതേസമയം മലങ്കരയിൽ ശാശ്വത സമാധാനം സൃഷ്ടിക്കാൻ കഴിയുന്ന ഏതു തരത്തിലുള്ള സമവായ ചർച്ചകൾക്കും സമാധാന ശ്രമങ്ങൾക്കും തയ്യാറാണ്. പാത്രിയാർക്കീസ് ബാവയും ഇതേ നിർദ്ദേശം തന്നെയാണ് മുന്നോട്ട് വച്ചത്. അതുകൊണ്ട് ഇനിയിപ്പോൾ വ്യവഹാരങ്ങൾ, കക്ഷി വഴക്കുകൾ, തർക്കങ്ങൾ, സംഘർഷങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അത് അവസാനിപ്പിക്കാം. അതിന് ഏതെല്ലാം വഴിക്ക് സമാധാന ശ്രമങ്ങളുമായി സഹകരിക്കാൻ കഴിയുമോ അതിനെല്ലാം തയ്യാറാണ്. ഇനിയും അത്തരം വ്യവഹാരങ്ങളും കക്ഷി വഴക്കുകളും വേണ്ട. അതേസമയം രണ്ട് സഹോദരി സഭകളായി പിരിഞ്ഞുകൊണ്ട് തന്നെ പരസ്പരം ബഹുമാനിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ ഒരു മേശയ്ക്ക് ഇരുപുറവും ഇരുന്ന് സംസാരിക്കാൻ കഴിയും. അതിന് ഓർത്തഡോക്സ് സഭ തയ്യാറാണെങ്കിൽ അതിന് തങ്ങൾ തയ്യാറാണ്. അതല്ല വ്യവഹാരം മാത്രമാണ് പോംവഴിയെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. അതല്ല പക്ഷേ ഇനി ഇക്കാര്യത്തിൽ ഒരു സമാധാനത്തിന് ശ്രമമുണ്ടാകണം. ചർച്ച ചെയ്ത് പരിഹരിക്കാം. ഇരുവിഭാഗത്തിനും തൃപ്തിയാകും വിധം കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ന്യൂനപക്ഷമായ പള്ളികൾ പിടിച്ചെടുക്കുക എന്നത് മറുവിഭാഗം ആഗ്രഹിക്കരുത് എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ഒരു സമാധാന ഫോർമുല ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ മലങ്കരയിൽ ശാശ്വത സമാധാനത്തിലേക്ക് പോകാൻ കഴിയും. അതിനുള്ളൊരു പാത തുറന്നിടുന്നു, അതിനുള്ളൊരു വഴി തുറന്നിടുന്നു, ഒരു നിർദ്ദേശം അദ്ദേഹം തുറന്നിടുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഓർത്തഡോക്സ് സഭയുടെ മറുപടിയും വൈകാതെ പ്രതീക്ഷിക്കാം. സ്വാഭാവികമായും സമാധാനത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായി അതിനെ ഇപ്പോൾ കണക്കാക്കാം. ശരി സജോ ദേവസ്യ, കാതോലിക്ക ബാവയുടെ പ്രതികരണത്തിന് വിശദാംശങ്ങളാണ് സജോ നൽകിയത്.